നമസ്കാരം. ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗദയോൻ സാർ കഴിഞ്ഞ ചൊവ്വാഴ്ച സൊമാലിലാൻഡ് വിസിറ്റ് ചെയ്തത് വലിയ വാർത്തയായിരിക്കുകയാണ്. സൊമാലിലാൻഡിനെ നമുക്കറിയാവുന്നതുപോലെ ഒരു 10 ദിവസം മുൻപ് ഇസ്രായേൽ ഒരു സോവറിൻ നേഷനായി അംഗീകരിച്ചിരുന്നു. സൊമാലിലാൻഡിനെ ഒരു സോവറിൻ നേഷനായി അംഗീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇസ്രായേൽ. പിന്നെ സൊമാലിയ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ആഫ്രിക്കയുടെ ഭാഗമാണ് സൊമാലിയ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്ട്രെയിറ്റ് ഒരു കപ്പലിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നേരെ നമുക്ക് അറബിക്കടലിലൂടെ സൊമാലിയയിലെത്താൻ പറ്റും. അപ്പം സൊമാലിയ അത് അവിടുന്ന് ആഫ്രിക്ക ഇങ്ങനെ അഡ്വാൻസ് ചെയ്യുന്നു. ഒമാൻ്റെ തീരത്തുകൂടി വരുന്ന അറബിക്കടൽ യമൻ്റെ തീരത്തുകൂടി വന്ന് ഗൾഫ് ഓഫ് ഏദനിലൂടെ റെഡ് സീയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഗൾഫ് ഓഫ് ഏദൻ്റെ ഒരു ഭാഗത്തുള്ളത് യമൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതിൻ്റെ മറുഭാഗത്താണ് ഈ സൊമാലിയ വരുന്നത്. സൊമാലിയയുടെ വടക്കേ അറ്റമാണ് സൊമാലിലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഗൾഫ് ഓഫ് ഏദനോട് ചേർന്ന് വരുന്ന സൊമാലിയയുടെ ഭാഗം ഈ സൊമാലിലാൻഡ് എന്ന് പറയുന്ന ഭാഗമാണ്. സൊമാലിയ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് അത് ഇറ്റലിയുടെയും ബ്രിട്ടൻ്റെയും കയ്യിലായിരുന്നു. സൊമാലിയയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിപ്പം കൂടിയ ഭാഗം, അതിൻ്റെ തെക്ക് ഭാഗം, അത് ഇറ്റലിയുടെ കീഴിലായിരുന്നു. അതിൻ്റെ വടക്ക് ഭാഗം, ഇപ്പോൾ നമ്മൾ സൊമാലിലാൻഡ് എന്ന് വിളിക്കുന്ന പ്രദേശം, അത് ബ്രിട്ടൻ്റെ കീഴിലായിരുന്നു. 1960 ഈ ബ്രിട്ടീഷ് സൊമാലിലാൻഡും ഇറ്റാലിയൻ സൊമാലിലാൻഡും, ഈ തെക്ക് ഭാഗത്തിന് ഇറ്റാലിയൻ സൊമാലിലാൻഡ് എന്നാണ് വിളിച്ചിരുന്നത്, രണ്ടും കൂടി ചേർന്ന് ഒരു രാജ്യമായിട്ട് മാറുക ചെയ്തത്. ആ 1960 ശേഷം അവിടെ സ്ഥിരമായിട്ട് കുഴപ്പമായിരുന്നു. ഭരണങ്ങളൊന്നും സ്റ്റേബിളായിട്ട് വന്നില്ല. പട്ടാള ഭരണമാണ് നാച്ചുറലായിട്ട് എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളും ഉള്ളതുപോലെ തന്നെ പട്ടാള ഭരണം വരുന്നു, അതിനെ മറിച്ചിടുന്നു, വീണ്ടും വേറെ പട്ടാള ഭരണം വരുന്നു. അങ്ങനെ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിവിൽ വാർ വരികയും 1991 ഈ സൊമാലിലാൻഡ് എന്ന് പറയുന്ന പ്രദേശം സ്വതന്ത്രമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സൊമാലിയയിൽ നിന്ന് വേറിട്ട് പോവുകയും ചെയ്തു. അന്ന് മുതൽ അവർ ആ അതിർത്തിക്കുള്ളിൽ, സൊമാലിലാൻഡ് എന്ന് പറയുന്ന അതിൻ്റെ അതിർത്തിക്കുള്ളിൽ ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് അതിന് ജുഡീഷ്യറി ഉണ്ടാക്കി, അതിന് എക്സിക്യൂട്ടീവ് ഉണ്ടാക്കി, അതിനെല്ലാ സിസ്റ്റങ്ങളും ഉണ്ടാക്കി ഒരു സാധാരണ രാജ്യം പോലെ പ്രവർത്തിക്കുകയാണ്. സ്വന്തമായിട്ട് കറൻസി ഉണ്ട്, പട്ടാളമുണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഹെൽത്ത് സിസ്റ്റം ഉണ്ട്, എല്ലാ സിസ്റ്റവും ഉണ്ട്. പക്ഷേ സൊമാലിയ എന്ന് പറയുന്നതിനെ യുണൈറ്റഡ് നേഷൻസിൽ ഒരു രാജ്യമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരം സിസേഷൻസ് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലോകത്തിലെ ഒരു രാജ്യവും ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ലോകത്തിലെ ഒരു രാജ്യവും അംഗീകരിക്കാത്ത ഒരു രാജ്യത്തിന് അതിൻ്റെതായ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് പിന്നെ ഈ IMF ലോൺ എടുക്കാൻ പറ്റില്ല, മറ്റ് രാജ്യങ്ങളിൽ ലോൺ എടുക്കാൻ പറ്റില്ല, മറ്റ് രാജ്യങ്ങളുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് പറ്റില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ആ ബുദ്ധിമുട്ടുകളുടെ എല്ലാം പരിഹാരത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ ഇസ്രായേൽ സൊമാലിലാൻഡിനെ അംഗീകരിച്ചു. സ്വാഭാവികമായിട്ടും സൊമാലിയ എതിർത്തു. കൂടാതെ സൊമാലിയയോട് ചേർന്ന് നിൽക്കുന്ന മറ്റെല്ലാ രാജ്യങ്ങളും എതിർത്തു. യുണൈറ്റഡ് നേഷൻസിൻ്റെ വലിയ പ്രശ്നമായിട്ട് വന്നു. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ കൂടി. അപ്പോൾ അമേരിക്ക പറഞ്ഞു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾക്ക് പാലസ്തീനെ അംഗീകരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, സൊമാലിലാൻഡിനെ അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? പാലസ്തീൻ്റെ അംഗീകാരത്തിന് വേണ്ടി വലിയ താല്പര്യം കാണിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് സൊമാലിലാൻഡിനെ അംഗീകരിച്ചുകൂടാ? പാലസ്തീൻ്റെ അംഗീകാരത്തിന് വേണ്ടി വളരെയധികം താല്പര്യമെടുക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് എന്തുകൊണ്ട് സൊമാലിലാൻഡിനെ അംഗീകരിച്ചുകൂടാ? പാലസ്തീനെ അംഗീകരിക്കാമെങ്കിൽ സൊമാലിലാൻഡിനെ അംഗീകരിക്കാം എന്നൊരു നിലപാടാണ് അമേരിക്ക അവിടെ സ്വീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ സ്റ്റാൻഡിന് വലിയൊരു വെയിറ്റ് ഉണ്ട്. അപ്പം അമേരിക്ക അംഗീകരിച്ചിട്ടില്ല, കാരണം അമേരിക്ക സൊമാലിയുമായിട്ടും മിലിറ്ററി റിലേഷൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഇത് അംഗീകരിച്ചിട്ടില്ല. ഉടനെ അംഗീകരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇസ്രായേൽ അംഗീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗദയോൻ സാറ് ഇപ്പം ഈ സൊമാലിലാൻഡ് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സൊമാലിയ നമുക്കറിയാവുന്നതുപോലെ അതൊരു വലിയ ദരിദ്ര രാജ്യമാണ്. പക്ഷേ ദരിദ്ര രാജ്യമാണ് എന്നതുകൊണ്ട് അവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് കളയരുത്. അവിടെ ധാരാളമായിട്ട് ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, സ്വർണ്ണമുണ്ട്, കോപ്പറുണ്ട്, റെയർ എർത്ത്സ് ഉണ്ട്. ഇന്ന് ലോകത്തിൽ സ്വർണ്ണത്തെക്കാൾ വിലയുള്ള സാധനമായിട്ട് കരുതുന്നതാണ് റെയർ എർത്ത്സ് എന്ന് പറയുന്നത്. ചൈനയുടെ മാത്രമാണ് കാര്യമായിട്ട് റെയർ എർത്ത്സ് ഉള്ളത്. പിന്നെ കാര്യമായ റെയർ എർത്ത്സ് ഉള്ളത് ഉക്രൈനിലാണ്. അതാണ് അമേരിക്ക ഉക്രൈനിനോടുള്ള താല്പര്യം നമുക്കറിയാം. അപ്പം റെയർ എർത്ത്സിൻ്റെ വലിയ ഡെപ്പോസിറ്റുള്ള രാജ്യമാണ് സൊമാലിയ എന്നാണ് വിചാരിക്കുന്നത്. എക്സ്കവേഷൻസും പിന്നെ ഒന്നും കംപ്ലീറ്റ് അല്ല. കാരണം ഈ സയൻറ്റിഫിക്കലി വളരെ പിന്നോട്ട് നിൽക്കുന്ന രാജ്യമാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ സഹായത്തോടെ അല്ലാതെ അവിടുന്ന് ഓയിൽ ഡിഗ് ചെയ്യാൻ പോലും അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ടെക്നോളജിക്കലി ഹൈ ആയിട്ടുള്ള രാജ്യത്തിൻ്റെ വലിയ സഹായത്തോടെ മാത്രമേ ഇവർക്ക് പുരോഗമിക്കാൻ സാധിക്കൂ. അപ്പോൾ ഇസ്രായേലിൻ്റെ ഗദയോൻ സാർ പറഞ്ഞത് അവർ കൾച്ചറൽ സൈഡിൽ, എക്കണോമിക് സൈഡിൽ, ടെക്നോളജിക്കൽ സൈഡിൽ, അഗ്രികൾച്ചറൽ സൈഡിൽ ഇത്രയും കാര്യങ്ങളിലാണ് അവരുടെ റിലേഷൻസ് അവർ പറഞ്ഞിട്ടുള്ളത്. സ്ട്രാറ്റജിക് എന്നൊരു വാക്ക് കൺസ്പിക്വസ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് തന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു വാക്ക് അതിനകത്ത് വന്നിട്ടില്ല. അതായത് പട്ടാള ബന്ധങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഇതിനകത്ത് ഒരു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ സൊമാലിലാൻഡിനെ കയറി ആക്രമിച്ചു കളയുന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള രാജ്യത്തെ ആക്രമിക്കാൻ മറ്റുള്ളവർ ഒന്നും മടിക്കും.
കാരണം എന്താ തിരിച്ചു വരാന്നുള്ളത് പറയാൻ പറ്റാത്തത് കൊണ്ട്. ഇവിടെ ഓൾറെഡി അവിടെ ഇസ്രായേലിന്റെ പട്ടാളം വരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഏതെങ്കിലും മിലിറ്ററി പോയിന്റ്സ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ ഒന്നും സംസാരം നടന്നിട്ടില്ല. ഗദ്വാൻ സാർ അവിടെ വിസിറ്റ് ചെയ്തു. അവിടുത്തെ പ്രധാനമന്ത്രി ഒരു അബ്ദുല്ലാഹിയാണ്, അദ്ദേഹത്തെ തിരിച്ച് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെവലപ്മെന്റ് ഇന്റർനാഷണൽ സെനേറിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറയുന്നത് യമനുമായിട്ടുള്ള ഈ സൊമാലിലാൻഡിന്റെ പ്രോക്സിമിറ്റിയാണ്. യമന്റെ തലസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ ഹൂതികൾ പിടിച്ചു കഴിഞ്ഞിട്ടുള്ള യമന്റെ പാർട്ട്, യമന്റെ നമുക്കറിയാവുന്ന വടക്കൻ ഹാഫ് എന്ന് പറയുന്നത് ഹൂത്തികളുടെ കയ്യിലാണ്. അപ്പോൾ യമന്റെ പ്രധാനപ്പെട്ട പോർട്ട് സിറ്റി തലസ്ഥാനം സന എന്ന് പറയുന്ന സ്ഥലം, അത് ഇസ്രായേലിൽ നിന്ന് ഏകദേശം 2500 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ ഈ സൊമാലിലാൻഡിൽ നിന്ന് വെറും 1000 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അപ്പം ഈ ഹൂതിയുടെ വായ്ക്കകത്തേക്ക് അല്ലെങ്കിൽ ഹൂതിയുടെ മുറ്റത്തേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. ഇപ്പോൾ ഹൂതി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതിനെ ഒരു അഗ്രഷനായിട്ട് കാണുന്നു. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ബിൽഡപ്പ് ഇസ്രായേൽ നടത്തി കഴിഞ്ഞാൽ ഞങ്ങളൊരു വാണിംഗ് ഇല്ലാതെ ഇതിനെ ആക്രമിക്കുമെന്നാണ് ഹൂതിയുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇസ്രായേൽ അതിനെ മൈൻഡ് ചെയ്തിട്ട് പോലും അവർ റിപ്ലൈ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ഹൂതികൾക്കെതിരെയാണ് അല്ലെങ്കിൽ ഹൂതികളെ നേരിടുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഒന്നാമത്തെ താല്പര്യം എന്ന് വേണം വിചാരിക്കാൻ. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ബിസിനസ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. അമേരിക്കയ്ക്കും ഇസ്രായേലിനും US-നും ഒക്കെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. ഓയിൽ എക്സ്കവേഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ അവരുടെ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അത് മ്യൂച്വലി ബെനിഫിഷ്യലാണ്. അപ്പോൾ അവിടുന്ന് ഓയിൽ എക്സ്കവേഷന് ഇസ്രായേൽ അമേരിക്കൻ കമ്പനികൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് വളർത്താം. സൊമാലിലാൻഡിനെ സംബന്ധിച്ച് അവരുടെ മണ്ണിനിടെ കിടക്കുന്ന സാധനം അവർക്ക് പുറത്തു കൊണ്ടുവന്ന് വിറ്റ് കാശുണ്ടാക്കാം. ആ രാജ്യത്തിന് പുരോഗമിക്കാൻ സാധിക്കും. മ്യൂച്വലി ബെനിഫിഷ്യലാണ്. ഏതെങ്കിലും ഒരു നാച്ചുറൽ റിസോഴ്സ് ഉള്ളതുകൊണ്ട് കാര്യമില്ല. നാച്ചുറൽ റിസോഴ്സ് നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ അറിയണം, അത് പുറത്തെടുക്കാൻ അറിയണം. ഇപ്പോൾ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അറിവുള്ളവരത് പുറത്തെടുത്ത് തരും. പുറത്തെടുത്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഷെയർ ബിറ്റ്വീൻ ദ ടു, രണ്ടുപേരും കൂടെ അത് ഷെയർ ചെയ്തെടുക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും ബെനിഫിഷ്യലാണ്, വെറുതെ കിടന്നുകൊണ്ട് കാര്യമില്ല. അപ്പം സൊമാലിലാൻഡിനെ സംബന്ധിച്ച് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതിനകത്ത് വേറെ രസകരമായ കാര്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അബുദുബായ്, അവർക്ക് ഈ പറയുന്ന സൊമാലിലാൻഡുമായി നല്ല ബന്ധം ഓൾറെഡി ഉണ്ട്. ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യം ഒഫീഷ്യലായിട്ട് ദ സോവറിനിറ്റി ഓഫ് സൊമാലിലാൻഡ് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. പക്ഷേ അവർ ഇപ്പോഴും ഓൾറെഡി നല്ല ബന്ധത്തിലാണ്. കാരണം ഈ ദുബായ് എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാവുന്ന പോലെ ഭയങ്കര ഗോൾഡ് റിച്ച് ആണ്, അവർക്ക് സർവത്ര സ്വർണ്ണമാണ്. അപ്പോൾ അവർ എവിടുന്ന സ്വർണം? ഈ ദുബായ് ഈ പറയുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന 7 എമിറേറ്റ്സുകൾ ചേർന്നിട്ടുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബുദുബായി ആണെന്ന് നമുക്കറിയാം. പിന്നെ ദുബായ് ഉണ്ട്, ഷാർജയുണ്ട്. ഇവിടെ ഒന്നും സ്വർണം കുഴിച്ചെടുക്കുന്നില്ല. പക്ഷേ ദുബായിൽ സ്വർണത്തിന്റെ കളിയാണ്, സർവത്ര സ്വർണ്ണമാണ്. എവിടെ നിന്ന് സ്വർണം വരുന്നു? ഈ സ്വർണ്ണ വാസ്തവത്തിൽ വരുന്ന ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പം അത് പിന്നെ ഈ സൊമാലിലാൻഡിലും സുഡാനിലും എത്യോപ്യയിലും ഒക്കെയുള്ള സ്വർണ്ണഖനികളുടെ മേലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് കാണുന്നുണ്ട്, താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്തൊരു ബന്ധവുമുണ്ട്. ഈ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത് അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യമാണ്. അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിട്ടിട്ടുള്ള മൊറോക്കോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ, ഇത്രയും അറബ് രാജ്യങ്ങൾ ഒപ്പിട്ടിട്ടുള്ളൂ. ഈ സൊമാലിലാൻഡ് ഇപ്പോൾ പറയുന്നു അവർ അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിടാൻ തയ്യാറാണ്. അപ്പോൾ മുഴുവൻ അറബ് രാജ്യങ്ങളും അതിനകത്ത് ഒപ്പിടണം എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം. അപ്പം ഓൾറെഡി അക്കോർഡിൽ ഒപ്പിട്ടിട്ടുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇസ്രയേലും ഇപ്പോൾ സൊമാലിലാൻഡുമായിട്ട് ബന്ധത്തിലായി. ഇനി നമുക്ക് ശ്രദ്ധിക്കാനൊരു പോയിന്റ്, നമ്മളുടെ ചീഫ് ഓഫ് മിലിറ്ററി സ്റ്റാഫ് ഇന്നലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഉണ്ടായിരുന്നു. പത്രവാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹയുടെ മീറ്റിങ്ങുകൾ പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതിനും 2 ആഴ്ച മുൻപ് ദുബായിലെ ഇദ്ദേഹത്തിന്റെ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ഉള്ള ആള്, അല്ലെങ്കിൽ UAE ഇതിന്റെ ഈ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് പൊസിഷൻ ഉള്ള ആള് ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്നു. ദാറ്റ് മീൻസ് ദർ ഈസ് എ ഗ്രോയിങ് ടൈസ് ബിറ്റ്വീൻ UAE ആൻഡ് ഇന്ത്യ. ഇന്ത്യയും UAEയും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻ ഡെവലപ്പ് ചെയ്തു വരുന്നു. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഓൾറെഡി വളരെ സ്ട്രോങ് റിലേഷൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ട്രയോ, ഇന്ത്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു ട്രയോ, അത് ആ റീജിയനിൽ വളരെ സ്ട്രോങ് ആയി വരികയാണ്. നേരെ മറിച്ച് സൗദി അറേബ്യ പാകിസ്ഥാന്റെ പട്ടാള ചീഫിനെ വിളിച്ച് ചോറ് കൊടുത്തു, അവനെ കൊണ്ട് ഒരു മിലിറ്ററി ടൈ ഒപ്പിട്ടു. അത് വേറൊരു ഇതാണ് വരുന്നത്. അപ്പൊ യമനിൽ ഇന്നലെ നമ്മൾ വിശദീകരിച്ച ഒരു വിഷയം, യമനിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സൗദി അറേബ്യയും തമ്മിൽ തരുന്നൊരു സാഹചര്യം ഉണ്ടായി. അവർ തമ്മിൽ അവരുടെ അതിർത്തിയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും സൗദി അറേബ്യയുടെയും അതിർത്തിയിൽ തമ്മിത്തല് നടക്കുന്നില്ലെങ്കിലും യമനിൽ ഒരു തമ്മിത്തല് നടന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അറേബ്യൻ റീജിയനിൽ തന്നെ ഒരു മുസ്ലിം സുന്നി മുസ്ലിങ്ങളുടെ ഒരു ഡെൻസിഫിക്കേഷൻ അത് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു.
നേരെ മറിച്ച് മതത്തോട് അത്രയും താല്പര്യം ഇല്ലാത്തൊരു ഗ്രൂപ്പ് അത് വേറൊരു ആക്സിസ് ആയിട്ട് വളർന്നു വരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. അപ്പം ഇന്ത്യ സൊമാലിലാൻഡിനെ അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം പെട്ടെന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പം ഇന്ത്യ അതിനെ സംബന്ധിച്ച് തൽക്കാലം അത്തരം ന്യൂസുകൾ ഫേക്കാണ് എന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇസ്രായേൽ ഇതിനെ അംഗീകരിച്ചു എന്നത് അത് ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. മിക്കവാറും പല രാജ്യങ്ങളും ഉടനെ തന്നെ സൊമാലിലാൻഡിനെ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ ഏഷ്യ യൂറോപ്പ് ആ ഒരു റീജിയണിലെ യൂറോപ്പിൻ്റെ ഉള്ളിലേക്കല്ല, ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ചേരുന്ന ഒരു ബൗണ്ടറി റീജിയണിലെ അത് പർട്ടിക്കുലർ സർക്കിളിലെ ഇന്റർനാഷണൽ റിലേഷൻസിലെ കാര്യമായ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു തരത്തിലുള്ള റിലേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.